കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സ്വാഗതസംഘ രൂപീകരണം നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗതസംഘ രൂപീകരണ യോഗം ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ ലിയോ 13 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ, CATU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു, MLA-മാരായ PP ചിത്രരഞ്ജൻ, H സലാം, മുൻ MP AM മാരിഫ്, FSCTO ജില്ലാ പ്രസിഡന്റ് PD ജോഷി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, CATU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ, KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജി സോമരാജൻ എന്നിവർ പങ്കെടുത്തു. NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ സ്വാഗതവും ജനറൽ കൺവീനർ B സന്തോഷ് നന്ദിയും പറഞ്ഞു. 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 501 അംഗ ജനറൽ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. ഞാൻ പറയുന്നത് നിങ്ങൾ ജീവനക്കാരുടെ മാത്രം ഒരു സംഘടനയായി ഒതുങ്ങേണ്ട ഒരു സംഘടനയല്ല. ഈ കേരളത്തിലെ എല്ലാ മനുഷ്യന്റെയും വികാര വിചാരങ്ങളെ തൊട്ടുണർത്തുന്ന, പരിപാലിക്കുന്ന, അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ NGO യൂണിയൻ എന്ന് നമുക്ക് അംഗീകരിച്ചുകൊണ്ട് വേണം ഈ സമ്മേളനം അവസാനിപ്പിക്കാൻ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അഡ്രസ് ചെയ്തിട്ടില്ല. ഇന്ന് ഗവൺമെന്റിനെതിരായി ഗവൺമെന്റ് അട്ടിമറിക്കാൻ ഒരുപാട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള കള്ള സമരങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. ആശാവർക്കർമാരുടെ സമരങ്ങൾ തുടക്കം മാത്രമാണ്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യരെ കുത്തിയിളക്കി സമരരംഗത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് നൽകേണ്ട പണം തരാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നു. നമ്മളൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ നടുവിലൂടെ കടന്നു പോകുന്നു. നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി 300 പ്രകാരം കേരള നിയമസഭ പ്രസ്താവന നടത്തി. എന്താണ് പ്രസ്താവനയുടെ കാതൽ? അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നിർത്തലാക്കാതെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. GST വന്ന ഏകീകൃത ടാക്സ് സംവിധാനമാണ് കൂടി മുഴുവൻ നികുതി വരുമാനവും കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോയി. 1 രൂപയുടെ ടാക്സ് വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് അധികാരമില്ലാതായി. ഒരു ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ വരുമാനം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും മറ്റു തരത്തിലുള്ള വരുമാനങ്ങളും കൂടി ചേർത്ത് ആ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ 1 രൂപ കുറഞ്ഞാൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടക്കാതെ വരും. 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. 2 ലക്ഷം കോടിയിൽ 50,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ടെങ്കിൽ തരുന്നില്ല എങ്കിൽ 1.5 ലക്ഷം കോടിയുടെ പ്രവൃത്തി നടക്കും. അപ്പൊ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അടിസ്ഥാനം എന്താണ്? നമ്മളോട് കാണിക്കുന്ന ചിട്ടമതയാണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല, ബഡ്ജറ്റുകൾ വന്നു, കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ സംസ്ഥാനത്തോ. നിങ്ങൾ ജീവനക്കാരുടെ സംഘടന എത്ര ശക്തമായി പ്രതികരിക്കണം? എങ്ങനെയാണ് പെൻഷൻ തരുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? വരുമാനം ഉണ്ടാകാൻ കഴിയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആവശ്യമായ സഹായം ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ 1 രൂപയുടെ പ്രഖ്യാപനം. MP ആയിരുന്നല്ലോ, അദ്ദേഹം MP ആയിരുന്ന കാലത്ത് ചോദിച്ചു,